ശ്രീകാന്തിനെയും ജെകെയെയും എസ്.ഐ ഉമയാൾ ജയിലിലിട്ടു. അവിടെ കിടന്ന് അവർ ഒരു ഫോൺ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. നന്ദയെ കൊന്നതെന്തിനാണ് എന്ന് പറഞ്ഞാൽ തരാമെന്ന് പോലീസ് പറയുന്നു. നന്ദയെ ഞങ്ങൾ കൊന്നില്ല, ഞങ്ങൾ എന്തിന് അയാളെ കൊല്ലണം എന്ന് ചോദിക്കുമ്പോൾ പിന്നെ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് എസ്.ഐ ഉമയാൾ ചോദിക്കുന്നു. ഞങ്ങൾ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസ് ആണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി അവിടെ എത്തിയതാണെന്ന് പറയുന്നു. ഇതൊരു സീക്രട്ട് ഏജൻസിയാണ്, അതുകൊണ്ട് മറ്റാരോടും പറയാൻ അനുവാദമില്ല എന്നും പറയുന്നു. ഇത് കേട്ട് എസ്.ഐ ഉമയാൾ വിശ്വസിക്കുന്നില്ല. ചെന്നൈയിലെ ഫ്ലൈയിങ് സ്കൂളിലേക്ക് രാജി എത്തുന്നു. അപ്പോൾ സെൽവ ചോദിക്കുന്നു, എന്തിനാണ് നേരത്തെ വന്നതെന്ന്. എന്നെ പോലീസ് ഫോളോ ചെയ്യുന്നു, അവിടെ നിൽക്കാൻ പറ്റില്ല, അതാണ് വന്നതെന്ന് പറയുന്നു. മിഷനെ പറ്റി ആരെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എല്ലാം സേഫാണ്, ഇത് വേറെ കാര്യമാണെന്ന് പറയുന്നു. പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് മുത്തു കയറി വരുന്നു. മുത്തു ചെന്നൈയിലെ TASCയുടെ അതോറിറ്റിയാണ്. എസ്.ഐ ഉമയാളിനെ വഴക്ക് പറയുന്നു. അവർ ഓഫീസേഴ്സ് ആണെന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടും കേൾക്കാത്തത് എന്താണെന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്യുന്നു. ശ്രീകാന്തും ജെകെയും അത് സാരമില്ല എന്ന് പറഞ്ഞ് മുത്തുവിനെ സമാധാനിപ്പിക്കുന്നു. ഇവർ പോയ വീട് തമിഴ് റിബൽ രാജിയുടേതാണെന്ന് പറഞ്ഞ് ശ്രീകാന്തിനെ ഫോട്ടോ കാണിക്കുന്നു. തലേ ദിവസം രാജിയെ കണ്ട കാര്യം ശ്രീകാന്തും പറയുന്നു. സുജിയുടെ ഓഫീസിൽ അരവിന്ദ് സുജിയോട് സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിലും സുജി അരവിന്ദിനോട് എനിക്ക് വേറെ ജോലിയുണ്ട് എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മൾ നല്ല ഫ്രണ്ട്സ് മാത്രമാണ് എന്ന് പറയുമ്പോൾ അരവിന്ദ് ഓക്കെ പറഞ്ഞു പോകുന്നു. കുറച്ച് കഴിഞ്ഞ് സുജി തന്നെ പോയി അരവിന്ദിനെ കോഫി കുടിക്കാൻ വിളിക്കുന്നു. ഞാൻ അത്ര നല്ലൊരു മെൻ്റൽ സ്റ്റേറ്റിലല്ല, അതാണ് കുറച്ച് ഹാർഷായി സംസാരിച്ചത്, സോറി എന്ന് പറയുന്നു. എനിക്ക് സുജിയെ മനസ്സിലാവും, എനിക്കറിയാം എല്ലാം, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് അരവിന്ദ് പോകുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ശ്രീകാന്ത് ധൃതിയെ വിളിക്കുന്നു. അവൾ കോൾ കട്ട് ചെയ്യുന്നു. പിന്നെ അഥർവിനെ വിളിക്കുമ്പോൾ അവൻ കോൾ എടുത്തിട്ട് പറയുന്നു, ഞാൻ പപ്പയോട് വഴക്കാണ്, ഇന്നലെ വിളിച്ചില്ലല്ലോ എന്ന്. ശ്രീകാന്ത് പറയുന്നു, ഹോട്ടലിൽ റേഞ്ച് കുറവാണ്, ഫോൺ കിട്ടില്ല എന്ന്. അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അമ്മ പപ്പ പോയി പിറ്റേ ദിവസം മുതൽ ജോലിക്ക് പോയി തുടങ്ങി. രാവിലെ നേരത്തെ പോകും, വൈകിട്ട് ലേറ്റായാണ് വരുന്നത്, വന്നാലും നൈറ്റിൽ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. സുജി ജോബിന് ജോയിൻ ചെയ്തത് ശ്രീകാന്ത് അപ്പോഴാണ് അറിയുന്നത്. ധൃതി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇവിടെയുണ്ട്, എപ്പോഴും ദേഷ്യത്തിലാണ് എന്ന് പറയുന്നു. ഓക്കെ, ഞാൻ വിളിക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയൂ എന്ന് ശ്രീകാന്ത് അഥർവിനോട് പറയുന്നു. ഡോണ്ട് വറി ശ്രീ, ഐ വിൽ ഇൻഫോം യു എവറിത്തിങ്, ബട്ട് ഗെറ്റ് മീ ആൻ ഐഫോൺ ഇൻ റിട്ടേൺ എന്ന് അഥർവ് പറയുന്നു. ഇപ്പോൾ ഒരു പിസ്സ ഓർഡർ ചെയ്യാനും പറയുന്നു. ഞാൻ നിൻ്റെ പപ്പയാണ്, റെസ്പെക്റ്റോടെ സംസാരിക്കണം എന്ന് ശ്രീകാന്ത് പറയുന്നു. എന്തായാലും പിസ്സ ഓർഡർ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ശ്രീകാന്ത് കോൾ കട്ട് ചെയ്യുന്നു. സുജി ജോബിന് പോയ കാര്യം എന്നോട് പറഞ്ഞില്ല എന്ന് ശ്രീകാന്ത് ജീപ്പിലിരുന്ന് ജെകെയോട് സങ്കടത്തോടെ പറയുന്നു. ജെകെ പറയുന്നു, തൻ്റെ ഭാര്യയും മകളും തന്നോട് സംസാരിക്കുന്നില്ല, മകൻ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു, ഇതൊക്കെ ഒന്ന് കൂടിയിരുന്ന് സംസാരിച്ചാൽ തീർക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന്. ഫ്രണ്ടിലെ സീറ്റിൽ മുത്തു ഇരുന്ന് ഇത് കേൾക്കുന്നത് കണ്ട് എൻ്റെ ഫാമിലി മാറ്റേഴ്സ് ചെന്നൈയിലും പരത്തും എന്ന് പറഞ്ഞ് ശ്രീകാന്ത് സംസാരം സ്റ്റോപ്പ് ചെയ്യുന്നു. നന്ദൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി എസ്.ഐ ഉമയാൾ വരുന്നു. റിപ്പോർട്ടിൽ രാജി ആയുധങ്ങൾ പോലുമില്ലാതെയാണ് നന്ദനെ കൊന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അവൾ ട്രെയിനിങ് കിട്ടിയൊരു റിബൽ ആണെന്നും അവർ മനസ്സിലാക്കുന്നു. ഉമയാൾ ശ്രീകാന്തിനോട് അവരെയും ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉൾപ്പെടുത്താൻ ആവശ്യപ്പെടുന്നു. ശ്രീകാന്ത് അവരെയും അതിൽ ഉൾപ്പെടുത്തുന്നു. സൗത്ത് തമിഴ്നാടുവിൽ രാജിയും സെൽവയും സാജിദും കൂടി മിഷനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. വേണ്ട സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേദരായയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ജബരാജ് എന്നൊരാൾ അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യും എന്നും പറയുന്നു. അവർ യൂസ് ചെയ്തിരുന്ന ഫോൺ, സിം എല്ലാം മാറ്റി പുതിയത് യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. ഇന്ത്യൻ സെക്യൂരിറ്റി ഓഫീസേഴ്സായ സംബിത്തും ശർമ്മയും കോൺഫറൻസ് കോളിൽ ദീപനെ വിളിക്കുന്നു. ഇന്ത്യക്കെതിരെ എന്ത് ഗെയിമാണ് നിങ്ങൾ കളിക്കുന്നതെന്ന് ചോദിക്കുന്നു. എന്ത് ചെയ്താലും നിങ്ങളെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ദീപനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. സുബ്ബുവിൻ്റെ മരണത്തോടെ മനസ്സുമടുത്ത് ഭാസ്കരൻ ഔദ്യോഗികമായി തമിഴ് റിബൽ ഓർഗനൈസേഷനിൽ നിന്നും ചുമതലകളൊക്കെ വിട്ടിരുന്നു. ഇപ്പോൾ ദീപനാണ് അതൊക്കെ നോക്കുന്നത്. ദീപൻ പറയുന്നു, ഞങ്ങൾ ഒന്നും ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല, വയലൻസ് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും ദീപൻ പറയുന്നു. ദീപന് ഭാസ്കരനെ സംശയം തോന്നി ഭാസ്കരൻ്റെ വീട്ടിൽ പോയി അയാളുമായി സംസാരിക്കുന്നു. ഭാസ്കരൻ്റെ സംസാരത്തിൽ നിന്നും അയാൾ എന്തൊക്കെയോ മറയ്ക്കുന്നു എന്ന് തോന്നിയ ദീപൻ അത് സംബിത്തിനെ വിളിച്ചറിയിക്കുന്നു. സെൽവ അവരുടെ മിഷൻ്റെ ഭാഗമായി കോഡ് ഭാഷയിലാണ് മെസ്സേജസ് പാസ് ചെയ്യുന്നത്. ജബരാജ് എന്ന മിഷൻ്റെ ഭാഗമായ ഒരാളെ ലോക്കൽ 52 എന്നാണ് കോഡ് ഭാഷയിട്ടിരിക്കുന്നത്.
സെൽവ കോഡ് ഭാഷയിൽ ജബരാജിനെ ഫോൺ ചെയ്ത് പറയുന്നു 3 പേർ തീർത്ഥാടകരായി വേദരായകത്തേക്ക് വരുന്നു എന്ന്. സെൽവ കോഡ് ഭാഷയിൽ സംസാരിച്ച വിവരം മുത്തുവിന് കിട്ടുന്നു. മുത്തു അത് ശ്രീകാന്തിനോടും ടീംസിനോടും ഷെയർ ചെയ്യുന്നു. ലോക്കൽ 52, വേദരായക എന്നീ വേർഡ്സ് കോഡാണ് എന്ന് അവർ മനസ്സിലാക്കുന്നു. സെൽവയും രാജിയും ആളുകളും മിഷന് വേണ്ടി പോകുന്നു. രാജിയും സാജിദും ഹൈവേ വഴിയും സെൽവയും കാർത്തിക്കും പ്രഭുവും കോസ്റ്റൽ റോഡ് വഴിയും പോകണമെന്ന് തീരുമാനിക്കുന്നു. അവർ വേദരായങ്കത്തിലേക്ക് ഇറങ്ങുന്നു. സുജിയുടെ ഓഫീസിൽ അവർക്ക് കിട്ടിയ ഒരു പുതിയ ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ ലണ്ടനിൽ പോകണമെന്ന് സുജിയോടും അരവിന്ദിനോടും അവരുടെ ബോസ് നിഖിൽ പറയുന്നു. ശ്രീകാന്തും JKയും മുത്തുവും ഉമയാളും മിലിൻഡും കൂടി വേദരായകത്തേക്ക് പോകുന്നു. എന്തായാലും റിബൽസ് അവിടെ വരുമെന്ന് അവർ ഊഹിക്കുന്നു. വേദരായകത്ത് എത്തിയ ശ്രീകാന്ത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടുത്തെ തമിഴ് റിബൽസിൻ്റെ ലിസ്റ്റ് ആവശ്യപ്പെടുന്നു. ആ നാട്ടിലുള്ള മിക്ക ആളുകളും റിബൽസിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെന്ന് ലോക്കൽ പോലീസ് പറയുന്നു. ലോക്കൽ 52 എന്ന് അറിയപ്പെടുന്നത് ആരാണെന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിലും ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഭാസ്കരൻ ഇന്ത്യൻ സെക്യൂരിറ്റി ഏജൻസികളുടെ നിരീക്ഷണത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ സമീർ ഭാസ്കരന് വേണ്ട പുതിയ ഫോൺ, പാസ്പോർട്ട്, വിസ എല്ലാം ഒരു പിസ്സ ഡെലിവറി ചെയ്യുന്ന വ്യാജേന എത്തിക്കുന്നു. സുജി തൻ്റെ ഓഫീസിലെ പാർട്ടിക്ക് കുട്ടികളെ വിളിക്കുന്നുവെങ്കിലും ധൃതി വരുന്നില്ല എന്ന് പറയുന്നു. വരാൻ നിർബന്ധിക്കുമ്പോൾ പപ്പയുടെ ഓഫീസിലെ പാർട്ടിക്ക് അമ്മ പോകാറില്ലല്ലോ എന്ന് ധൃതി ചോദിക്കുന്നു. അപ്പോൾ സുജി ഓക്കെ എന്നാൽ നീ വരണ്ട എന്ന് പറഞ്ഞു പോകുന്നു. അഥർവ് പറയുന്നു ഞാൻ വരാമെന്ന്. സെൽവയും കാർത്തിയും പ്രഭുവും കൂടി വേദരായകത്തേക്ക് പോകുന്നു. രാജിയും സാജിദും കരയിൽ അവർ തിരിച്ചെത്തുന്നതുവരെ കാവൽ നിന്നു. രാജി സാജിദിനോട് പറയുന്നു ശ്രീലങ്കൻ PM രൂപതുംഗ ശ്രീലങ്കയിൽ നിന്നും ഞങ്ങൾ തമിഴരെ ഓടിക്കാനാണ് ശ്രമിക്കുന്നത്. ഇന്ത്യൻ PM മിസസ് ബസു അയാൾക്ക് സപ്പോർട്ടാണ്. രൂപതുംഗ ആയിരക്കണക്കിന് തമിഴരെ കൊന്നു കളഞ്ഞു. ഇനി ഞങ്ങൾ വെറുതെ ഇരിക്കില്ല, ഞങ്ങളും അവരെ കൊല്ലും. ജബരാജും രാജിയും സാജിദും കൂടി രാത്രി അവർ കുഴിച്ചിട്ടിരുന്ന ആയുധങ്ങൾ എടുക്കാൻ പോകുന്നു. പെട്രോളിങ്ങിന് വന്ന 2 സെക്യൂരിറ്റിമാരെ അവർ കൊല്ലുന്നു. അപ്പോൾ ജബരാജ് പേടിച്ച് ഒച്ചയുണ്ടാക്കുമ്പോൾ രാജി അയാളെയും അടിച്ചു വീഴ്ത്തുന്നു. ലണ്ടനിൽ ഇന്ത്യൻ സെക്യൂരിറ്റി ഓഫീസേഴ്സിൻ്റെ കണ്ണ് വെട്ടിച്ച് ഭാസ്കരൻ രക്ഷപ്പെട്ടു. മുത്തു എല്ലാവരോടും പറയുന്നു ആരും ഒറ്റയ്ക്ക് എങ്ങും പോകരുത്. ഇവിടെയുള്ളവരൊക്കെ തമിഴ് റിബൽസിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അവരിൽ നിന്നും ആക്രമണമുണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന്. മിലിൻഡ് ചോദിക്കുന്നു എല്ലാവരും എങ്ങനെയാണ് തീവ്രവാദികളായതെന്ന്. അവർ വിചാരിക്കുന്നത് അവർ ഫ്രീഡം ഫൈറ്റേഴ്സ് ആണെന്നാണ് മുത്തു പറയുന്നത്. ഒരു ഫിഷർമാൻ്റെ വേഷത്തിൽ ചെല്ലം സാർ ശ്രീകാന്തിൻ്റെ അടുത്ത് വന്ന് ലോക്കൽ 52നെ പറ്റി വിവരം കൊടുക്കുന്നു. ലോക്കൽ 52 എന്നറിയപ്പെടുന്നത് ജബരാജ് എന്നൊരു സ്മഗ്ലർ ആണെന്നും വീരായത്താണ് അയാൾ ഉള്ളത് എന്നും പറയുന്നു. അയാളുടെ അഡ്രസ്സും കൊടുക്കുന്നു. രാജിയും സാജിദും സെൽവയും എല്ലാവരും കൂടി അവർ കളക്ട് ചെയ്ത ആയുധങ്ങൾ ജബരാജിൻ്റെ വീട്ടിൽ ഒളിപ്പിക്കാൻ കൊണ്ടുവരുന്നു. ജബരാജിനെ രാജി കൊന്നിരുന്നു. അയാളുടെ വീട്ടിൽ അയാളുടെ വൈഫ് ഉണ്ടാകും. അവരോട് ആയുധങ്ങൾ അവിടെ വെക്കുന്ന കാര്യം ചോദിക്കാനായി രാജി അങ്ങോട്ട് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ശ്രീകാന്തും JKയും ജബരാജിനെക്കുറിച്ച് അയാളുടെ വൈഫിനോട് അന്വേഷിക്കുകയായിരുന്നു. ജബരാജ് ഇന്നലെ രാത്രി മുതൽ വീട്ടിൽ വന്നിട്ടില്ലെന്ന് അവർ ശ്രീകാന്തിനോട് പറയുന്നു. ഇത് കേൾക്കുന്ന രാജിക്ക് അവർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് ആണെന്ന് മനസ്സിലായി. രാജി പതുക്കെ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ SI ഉമയാൾ പുറകിൽ നിന്ന് വന്ന് അവളെ പിടിക്കാൻ ശ്രമിക്കുന്നു. ഉമയാളിനെ അടിച്ചിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ മുത്തുവും മിലിൻഡും അവളെ ഫോളോ ചെയ്യുന്നു. ഒച്ച കേട്ട് സെൽവയും സാജിദും പോലീസുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സാജിദ് രാജിയെ രക്ഷിക്കാൻ പോകാൻ പോകുമ്പോൾ സെൽവ തടയുന്നു. ആയുധങ്ങൾ സേഫായി മാറ്റുകയാണ് ഇപ്പോൾ വേണ്ടത്. രാജി തനിയെ രക്ഷപ്പെട്ടോളും എന്നും പറയുന്നു. രാജി രക്ഷപ്പെടാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും അവർ രാജിയെ പിടികൂടുന്നു. അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവർ രാജിയെ കൊണ്ടുപോകുന്നു. ലോക്കൽ പോലീസ് ഇവരോട് പറയുന്നു നാട്ടുകാർ ഇതേപ്പറ്റി അറിയും മുമ്പ് ഇവിടുന്ന് പോകുന്നതാണ് നല്ലതെന്ന്. നാട്ടുകാർ മുഴുവൻ റിബൽസിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എന്ന്. മുത്തുവും JKയും കൂടി ജബരാജിൻ്റെ വൈഫിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോകുന്നു. ശ്രീകാന്തും ഉമയാളും കൂടി രാജിയെ ചോദ്യം ചെയ്യുന്നു. അവരുടെ ടീമിലെ മറ്റ് ആളുകൾ ആരൊക്കെയെന്ന്, ജബരാജ് എവിടെ എന്നൊക്കെ ചോദിക്കുന്നു. നിങ്ങളുടെ മിഷൻ പോയിന്റ് പെഡ്രോയെക്കുറിച്ച് എല്ലാ ഇൻഫർമേഷൻസും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ശ്രീകാന്ത് പറയുന്നു.
രാജി ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ ചീഫ് എന്തു മനുഷ്യനാണ്, നിങ്ങളെ ഇവിടെ വിട്ടിട്ട് അയാൾ ലണ്ടനിൽ പോയി നിൽക്കുന്നു എന്ന് ശ്രീകാന്ത് പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന രാജി ദേഷ്യത്തിൽ പറയുന്നു, മര്യാദയ്ക്ക് എന്നെ വിട്ടോ, അല്ലെങ്കിൽ ഞങ്ങളുടെ ആളുകൾ നിങ്ങളെ കൊന്നു കളയുമെന്ന്. ഇത് കേട്ട് ഉമയാൾ രാജിയെ അടിക്കുന്നു. ശ്രീകാന്ത് അവരെ പിടിച്ചു മാറ്റുന്നു. ശ്രീകാന്ത് രാജിയെ ഇമോഷണലി ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കുന്നു. ശ്രീകാന്ത് പറയുന്നു, ഞാനും എൻ്റെ ഭാര്യയും മകളും മകനും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടെ വന്ന കുറേ റിബൽസ് അവിടെ ഉണ്ടായിരുന്നവരെ, നിരപരാധികളായ സാധാരണക്കാരെ, ഒരുപാട് ആളുകളെ വെറുതെ വെടിവെച്ച് കൊന്നു. എനിക്ക് എൻ്റെ മകനെ നഷ്ടപ്പെട്ടു. ഇനി ഇതുപോലെ സാധാരണ ജനങ്ങളെ കൊല്ലാൻ ഞാൻ അനുവദിക്കില്ല. എനിക്ക് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യും. ഇത് കേട്ട് രാജി പറയുന്നു, എൻ്റെ ഫാദർ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. ഒരിക്കൽ സ്കൂളിൽ ബുക്ക് ഡിസ്ട്രിബ്യൂഷന് പോയപ്പോൾ ശ്രീലങ്കൻ ആർമി അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി. അദ്ദേഹം മരിച്ചോ ജീവിച്ചിരിക്കുന്നോ ഒന്നും എനിക്കറിയില്ല. 9 വയസ്സുള്ള എൻ്റെ അനിയനെ അവർ വെടിവെച്ചു കൊന്നു. എന്നെ പട്ടാളക്കാർ പിടിച്ചുകൊണ്ടുപോയി റേപ്പ് ചെയ്തു. എൻ്റെ തലൈവറാണ് അവരിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞത് എൻ്റെ സത്യമായ ജീവിതമാണ് എന്ന്. ജബരാജിൻ്റെ ഭാര്യയെ ചോദ്യം ചെയ്യാൻ പോയ മുത്തുവും ജെകെയും ശ്രീകാന്തിനടുത്ത് വരുന്നു. അവർ പറയുന്നത് ഇന്നലെ ഏതോ 3 പേർക്കൊപ്പം പോയി എന്നാണ്. പിന്നെ വിവരമൊന്നും ഇല്ലെന്നും പറഞ്ഞു. അതിലൊരാൾ രാജിയായിരുന്നു, പിന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ഗൈ, പിന്നെ സെൽവരസൻ എന്നിവരായിരുന്നു വന്നത് എന്ന്. ശർമ്മ സാർ സംബിത്തിനെ കോൾ ചെയ്ത് പറയുന്നു, കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. ഭാസ്കരനും സമീറും ഒരുമിച്ചുള്ള ഓപ്പറേഷനാണ്. ഇന്നലെ മുതൽ ഭാസ്കരനെ കാണാനില്ല. പിന്നെ തമിഴ് റിബൽസ് പോയിന്റ് പെഡ്രോയിൽ നിന്നും കുഴിച്ചെടുത്ത് കൊണ്ടുപോയതെന്തെന്നോ അതെവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്നോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് ശർമ്മ സാർ പറയുന്നു. ആകെയുള്ള ഹോപ്പ് ശ്രീകാന്തിന് രാജിയെ കിട്ടിയിട്ടുണ്ട്. അവളിൽ നിന്നും എന്തെങ്കിലും അറിയാനാവുമോ എന്ന് നോക്കാമെന്നതാണ് എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. മുത്തുവും ജെകെയും കൂടി ജബരാജിനെയും സെൽവരസനെയും അന്വേഷിച്ച് നാട് മുഴുവൻ പോകുന്നു. നാട്ടുകാരും ഇവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു പോകുന്നു. ഒരാൾ ഇവരോട് പറയുന്നു, നിങ്ങൾ ഇതന്വേഷിച്ച് അധിക നേരം ഇവിടെ നിൽക്കണ്ട, നിങ്ങളുടെ ജീവൻ ആപത്താകും എന്ന്. ജെകെയും മുത്തുവും വരുമ്പോൾ അവരുടെ കാറിനടുത്ത് കുറച്ചു പേർ കൂടി നിന്നിരുന്നു. കാറിൻ്റെ ടയറിൻ്റെ കാറ്റഴിച്ചു വിടുകയും ചെയ്തിരുന്നു. ഇതേ സമയം രാജിയെ ഇട്ടിരുന്ന പോലീസ് സ്റ്റേഷനിൽ അവളെ രക്ഷിച്ചു കൊണ്ടുപോകാൻ റിബൽസ് എത്തുന്നു. അവർ പോലീസ് സ്റ്റേഷൻ തകർത്തു. സെൽവയും സാജിദും കുറേ റിബൽസും ചേർന്ന് രാജിയെ രക്ഷിച്ചു കൊണ്ടുപോകുന്നു. മിലിൻഡും കുറച്ച് പോലീസുകാരും കൊല്ലപ്പെടുന്നു. ഉമയാളിന് പരുക്ക് പറ്റുന്നു. അപ്പോഴേക്കും മുത്തുവും ജെകെയും അവിടെ എത്തി. രാജിക്ക് വെടിയേറ്റതിനാൽ അവൾ കുറച്ച് അവശയായിരുന്നു. സാജിദ് ലണ്ടനിൽ ഉള്ള സമീറിനെ കോൾ ചെയ്ത് രാജിയെ രക്ഷപ്പെടുത്തിയ കാര്യം പറയുന്നു. എന്നാൽ ഒരു പ്രോബ്ലമുണ്ട്. ശ്രീകാന്ത് തിവാരി ഇവിടെ എത്തിയിട്ടുണ്ട്. അയാൾക്കിട്ട് ഒരു പണി കൊടുത്താലേ ശരിയാവൂ എന്ന്. അതിനുള്ള വഴി എനിക്കറിയാം, ഞാൻ നോക്കിക്കൊള്ളാമെന്നും സാജിദ് പറയുന്നു. സാജിദ് സൽമാൻ അഥവാ കല്യാണിനെ വിളിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, നീ ആ ഗേളുമായി ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടോ എന്ന്. സൽമാൻ പറയുന്നു, ബായ് പറഞ്ഞതിൽ പിന്നെ ഞാൻ അവളെ വിളിച്ചിട്ടില്ല എന്ന്. ഇത് കേട്ട് സെയ്ദ് വന്ന് സൽമാൻ്റെ ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് സാജിദിനോട് പറയുന്നു, ഇല്ല ബായ്, അവൻ പറയുന്നത് നുണയാണ്. അവന് ആ പെൺകുട്ടിയുമായി ഇപ്പോഴും പ്രണയമാണ്. സാജിദ് സൽമാനോട് പറയുന്നു, നിന്റെ പേരൻസിന് സംഭവിച്ചതൊക്കെ നീ മറന്നോ? പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഇനി മിഷനിൽ നിന്നും നിന്നെ പുറത്താക്കുമെന്ന്. സൽമാൻ പറയുന്നു, ഇല്ല ബായ്, ഞാൻ ബായ് പറയുന്നത് പോലെ കേട്ടോളാമെന്ന്. സാജിദ് പറയുന്നു, എന്നാൽ ആ പെണ്ണിനെ നാളെ തന്നെ ഞാൻ പറയുന്നിടത്ത് വിളിച്ചു കൊണ്ടുവരണമെന്ന്. കല്യാൺ ധൃതിക്ക് മെസ്സേജ് ചെയ്യുന്നു, ലെറ്റ്സ് ഹാവ് ഫൺ ടുമാറോ എന്ന്. ധൃതി ഓക്കെ പറയുന്നു.